ഇന്ന് ഇങ്ങനെ പത്രക്കാരെ കാണാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം കേരളം ചർച്ച ചെയ്ത ഒരു പ്രസംഗമുണ്ട്. UDF നേതാവ് ഹരിഹരന്റെ പ്രസംഗം. ആ പ്രസംഗം ഈ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയ പ്രയാസമുണ്ടാകുന്ന ഒരു പ്രസംഗമായിരുന്നു. അദ്ദേഹം മണിക്കൂറുകൾ കഴിഞ്ഞ് പല ഫോണിൽ നിന്നും ഇങ്ങനൊരു അഭിപ്രായം വന്നു, അതുകൊണ്ട് ഞാൻ ഖേദം അറിയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടു. അതിന് മറുപടിയായി. പ്രസംഗത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. ആ മറുപടി ഉയർത്തി കാണിച്ച് കേരളത്തിലെ കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ് എന്ന് സ്വയം അവകാശപ്പെടുന്ന VD സതീശൻ, അതുപോലെ വടകരയിലെ സ്ഥാനാർത്ഥിയുമൊക്കെ വലിയ പുണ്യാളന്മാരായി ഞങ്ങൾ വളരെ മാതൃക കാണിക്കുന്നു എന്ന് പറഞ്ഞ് പത്രക്കാരോട് സംസാരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതിലെ പ്രതികൾ VD സതീശനും ഷാഫി പറമ്പിലുമാണ്. അവരാണ് ഈ പ്രസംഗത്തിന് പ്രോത്സാഹനം കൊടുത്തത്. അവരുടെ പിന്തുണയിലാണ് ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ ശൈലജ ടീച്ചറെയും മഞ്ജു വാര്യരെയും ആക്ഷേപിക്കുന്നത്. അവരുടെ എല്ലാ ഒത്താശയുമാണ് ഈ ഹരിഹരന്മാരെ വളർത്തുന്നത്. ഞങ്ങൾ നേരത്തെയും പറഞ്ഞു, CPM-ഉം ഇടതുപക്ഷവുമെല്ലാം തെറ്റ് കണ്ടാൽ നടപടിയെടുത്ത് പുറത്താക്കും. അങ്ങനെ പുറത്താക്കുന്നവരെ വലയിട്ട് പിടിച്ച് അവർക്ക് പിന്തുണ കൊടുത്ത് VD സതീശന്റെ സ്കൂളിൽ ട്രെയിനിങ്ങും കൊടുത്ത് ഹരിഹരന്മാരാക്കി മാറ്റുകയാണ് കേരളത്തിലെ ഇന്നത്തെ ചില കോൺഗ്രസിന്റെ നേതൃത്വം. ഇത് ഈ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. ഇവർക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. ആ സ്റ്റേജിൽ ഹരിഹരന്റെ പ്രസംഗത്തിനു ശേഷമാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വടകരയിലെ സ്ഥാനാർത്ഥി പ്രസംഗിച്ചത്. എന്റെ മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ ചിലരുടെയും ഒക്കെ താല്പര്യത്തിൽ, എല്ലാ പിന്തുണയിലും പരിലാളനയിലും വളരുന്ന ഈ യൂത്ത് കോൺഗ്രസിന്റെയും ഇപ്പോഴത്തെ കോൺഗ്രസിന്റെയും ഒക്കെ നേതൃത്വമായി നിൽക്കുന്ന ഇവരുടെ ഈ ചെയ്തികൾക്കെതിരെ മാധ്യമങ്ങൾ ആ അർത്ഥത്തിൽ ചോദ്യം ചോദിച്ചില്ല. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയണ്ടേ, ഈ ഹരിഹരൻ പറഞ്ഞത് തെറ്റാണ്, ശരിയല്ല, ഇത് പറയാൻ പാടില്ലാത്തതാണ് എന്നൊരു തിരുത്ത് പറയണ്ടേ? പറഞ്ഞില്ലല്ലോ. നിങ്ങൾ കണ്ടു കാണും. നിങ്ങളിൽ ആരും ആ സ്റ്റേജിന്റെ വീഡിയോ കാണിക്കുന്നില്ല. ഹരിഹരന്റെ പ്രസംഗ സമയത്ത് സ്റ്റേജിലെ സദസ്സിലെ ഒന്നും വീഡിയോ കാണിക്കുന്നില്ല ആരും. ആ ഓഡിയോ ദൃശ്യത്തിലും അതുപോലെ തന്നെ ഹരിഹരന്റെ പ്രസംഗം കാണുമ്പോഴും നമ്മൾ കേൾക്കുകയാണ് കയ്യടിയുടെ ശബ്ദം, കുലുങ്ങിയുള്ള ചിരിയുടെ ആ ശബ്ദം നമ്മൾ കേൾക്കുകയാണ്. ആരായി കുലുങ്ങിച്ചിരിക്കുന്നത്? ഷാഫി പറമ്പിലല്ലേ കുലുങ്ങിച്ചിരിക്കുന്നത്? അവിടെ ഇരിക്കുന്ന UDF-ന്റെ നേതൃത്വം ആകെ കുലുങ്ങി ചിരിക്കുകയല്ലേ? അവർക്ക് എന്താ കാണേണ്ടത്? അവരെന്താ ആഗ്രഹിക്കുന്നത്? ഈ ഹരിഹരന്റെ പ്രസംഗത്തിൽ എന്താ ഇത്രമാത്രം ചിരിക്കാൻ? നോക്കൂ നിങ്ങൾ, UDF-ന്റെ നേതൃത്വം ആകെ കുലുങ്ങിച്ചിരിക്കുന്ന തരത്തിലേക്ക് ഹരിഹരനെ കൊണ്ട് പ്രസംഗിപ്പിച്ചത് ആരാ? അതാ പറയേണ്ടത്. ഈ കേരളത്തിന് മുമ്പിൽ ഇതിന് മറുപടി പറയണം കേരളത്തിലെ UDF. ഇതാണ് DYFIക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇവിടെ ഈ പ്രസംഗത്തിൽ ഹരിഹരൻ അത് മാത്രമല്ല പറഞ്ഞത്, വലിയ വർഗീയത ഉയർത്തിപ്പിടിക്കുന്ന ധ്രുവീകരണത്തിന് തന്നെ നേതൃത്വം കൊടുക്കുന്ന തരത്തിൽ ഒരു പ്രസംഗം കൂടി അതിനകത്ത് അദ്ദേഹത്തിന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൂടിയുണ്ട്. നിസ്കരിക്കാൻ മുട്ടി പോലും. നോക്കൂ നിങ്ങൾ, ആരാ ഇദ്ദേഹത്തിന് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? PMA സലാം എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇതിന് മറുപടി പറയണം. ഈ ഹരിഹരൻ നിസ്കരിക്കാൻ മുട്ടി എന്ന് പറഞ്ഞ ആള് ആരെയാ ഇവരെ ആക്ഷേപിക്കുന്നത്? മുക്കം പൈസയാണ് പേരെടുത്ത് പറയുന്നത്. ഇല്ലേ, നിങ്ങൾ കേട്ടില്ലേ? മുക്കം പൈസയെ പേരെടുത്ത് ആക്ഷേപിക്കുക. KM ഷാജിയുടെ അതേ പ്രസംഗത്തിലേക്ക് ആര് ചെല്ലുക? ഈ ഹരിഹരൻ ചെല്ലുക. ഈ KM ഷാജിയോ PMA സലാമോ പറയാതെ ഹരിഹരന് ഈ പേരും ഈ പറയുന്ന പ്രയോഗവും ഉദ്ധരിക്കാൻ പറ്റില്ല. ഇതിന്റെ മറുപടി PMA സലാമും KM ഷാജിയും പറയണം. ഈ UDF-ന്റെ നേതൃത്വം പറയണം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഈ ബീച്ചിൽ നടത്തിയ പരിപാടിയിൽ നിസ്കരിക്കാൻ മുട്ടി പോലും. ഇത് എന്ത് മുട്ടല? പറയണ്ടേ മുസ്ലിം ലീഗിന്റെ നേതൃത്വം? എന്തേ ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ ഈ സമയം വരെ? ഇതെങ്ങാനും ഏതെങ്കിലും CPM-കാരന്റെയോ DYFI-കാരന്റെയോ അയൽവാസിയാണ് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയതെങ്കിൽ എന്തായിരിക്കും ഇന്ന് മുസ്ലിം ലീഗിന്റെയൊക്കെ ഒരു പ്രതികരണം? എന്തായിരിക്കും KM ഷാജിയുടെ പ്രതികരണം? പറയണ്ടേ ഇവര്? ഈ PMA സലാമും KM ഷാജിയുമെല്ലാം ശത്രുപക്ഷത്ത് നിർത്തുന്ന ഒരു നേതാവാണ് എന്നാ ഞങ്ങൾ കരുതുന്നത് ഈ മുക്കം പൈസി. അതുകൊണ്ടാണ് അവരുടെ സ്റ്റേറ്റ്മെന്റിലും ഇവർക്കെതിരെയൊക്കെ വരുന്നത്. KM ഷാജിയും കഴിഞ്ഞ ദിവസം ഒരു സംസാരത്തിൽ ഇദ്ദേഹത്തിന്റെ പേരുൾപ്പെടെ പറയുക.
അങ്ങനെ ആക്ഷേപിക്കേണ്ടവരാണോ ഈ മത നേതൃത്വം? അവര് നമസ്കരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു പരിപാടി നടത്തി, അല്ലെങ്കിൽ ഒരു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടത്തിയ ഒരു പരിപാടിയുടെ സ്റ്റേജിന്റെ ഒരു അടുത്തു നിന്ന് അവര് നിസ്കരിച്ചാൽ ആർക്കാ പ്രശ്നം? എന്തിനാ ഹരിഹരന് ഇത്ര പ്രയാസമുണ്ടാകുന്നത്? ന്യൂനപക്ഷങ്ങളെ ആകെ ഇങ്ങോട്ട് ഞങ്ങൾ ആകർഷിക്കുന്നതിന് വേണ്ടി നിസ്കരിപ്പിച്ചതാന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് നിസ്കരിപ്പിക്കേണ്ട ആളാണോ മുക്കം ഫൈസി? അങ്ങനെ ഇടതുപക്ഷത്തിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാർക്ക് വേണ്ടി അവർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ചെയ്യുന്ന ആളാണോ മുക്കം ഫൈസി? ഈ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മതപണ്ഡിതനല്ലേ അദ്ദേഹം? അങ്ങനെ അദ്ദേഹം ആളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നവനാണ് എന്ന് എന്തർത്ഥത്തിലായി ഹരിഹരൻ പറയുന്നത്? ഇതൊക്കെ അങ്ങ് കേട്ട് മിണ്ടാതെ ഇരുന്ന് പോകുമെന്നാണ് ഇവിടെ പലരും കരുതുന്നത്. എന്തേ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത്? അദ്ദേഹത്തിന്റെ നമസ്കാരത്തിന് എന്തിനാ ഇദ്ദേഹം ആക്ഷേപിക്കുന്നത്? മറ്റു വേദികളിലും ഇവിടെ നമ്മളൊക്കെ കണ്ടു, നിങ്ങളൊക്കെ വലിയ സന്തോഷത്തോടെ അഭിമാനത്തോടു കൂടി ഫോട്ടോ സഹിതം കൊടുത്തിട്ടുണ്ടല്ലോ പലരും നമസ്കരിച്ചതിന്റെ, ഇല്ലേ? ഈ കടപ്പുറത്ത് തന്നെ ഉണ്ടല്ലോ പല പരിപാടിയിലും. കപിൽ സിബൽ വന്നപ്പോഴാന്ന് തോന്നുന്നു എനിക്ക് ഉണ്ട് അങ്ങനെ ഒരുപാട്. എന്റെ ഹരിഹരനെ അത് പ്രസംഗിക്കാൻ തോന്നാത്തത്? ഇതാണ് വടകരയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബോധപൂർവം അവിടെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ, ധ്രുവീകരണം ഉണ്ടാക്കാൻ ഒരു ഗൂഢ സംഘം പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ഗൂഢസംഘത്തിന്റെ ഉൽപ്പന്നമാണ് അവിടെ വന്ന എല്ലാ ആക്ഷേപങ്ങളും, അവിടെ വന്ന വ്യാജ പ്രചരണങ്ങൾ. ഈ ഗൂഢസംഘത്തിന്റെ സൃഷ്ടിയാണ്. ആ ഗൂഢസംഘത്തിൽ ഈ പറയുന്ന കെ രമയും ഹരിഹരനുമുണ്ട്. ആ ഗൂഢസംഘത്തിൽ സതീശനുണ്ട്. ആ ഗൂഢസംഘത്തിൽ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ്, ഇവരുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് നേതൃത്വമായവർ എല്ലാം ഉണ്ട്. ആ ഗൂഢസംഘത്തെ കുറിച്ച് അന്വേഷണം നടത്തണം. അവരെ ചോദ്യം ചെയ്താൽ തീർച്ചയായിട്ടും അവിടെ നടന്ന ഈ ധ്രുവീകരണത്തെ കുറിച്ചുള്ള എല്ലാ വിവരവും കിട്ടും. നമ്മൾ കണ്ടു അവിടെ ഒരു ഷോബിൻ തോമസ്, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയാ, സാധാരണക്കാരനല്ല. അവരുടെ ഒരു കമന്റ് നിങ്ങൾ കേൾക്കേണ്ടതാ, ഈ നാടറിയേണ്ടതാ. ഇതൊന്നും ആരും കേൾക്കുകയോ അറിയുകയോ ചെയ്യുന്നില്ല. ഈ നിമിഷം വരെ ആ ഷോബിൻ തോമസിനെ പുറത്താക്കാൻ യൂത്ത് കോൺഗ്രസോ തയ്യാറായിട്ടില്ല. എന്താ ആ കമന്റിലുള്ളത്? അത് കേൾക്കണ്ടേ നാട്ടുകാർ? അദ്ദേഹത്തിന്റെ കമന്റാ ഷോബിൻ തോമസ് ചാവനലി അല്ലെ, തയ്യൽ ടീച്ചറുടെ കഷ്ണം ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ തരുന്നവർക്ക് സമ്മാനം തരുന്നതാണ്. നോക്കൂ നിങ്ങൾ, മാധ്യമപ്രവർത്തകരിൽ പലരും പൊൻകിരണം തേടി പോകുന്നവരാ. പലർക്കും പൊൻകിരണം വേണം, നീതിയുടെ പൊൻകിരണം കിട്ടണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാ. ഞങ്ങൾക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഈ നീതിയുടെ പൊൻകിരണം എല്ലാവരും അർഹിക്കുന്നുണ്ട്. ഇവിടെ സത്യത്തിൽ വേട്ടയാടപ്പെടുന്നത് ഇടതുപക്ഷ പ്രവർത്തകരാണ്. ഇടതുപക്ഷ പ്രവർത്തകരുടെ വീട്ടിലിരിക്കുന്നവരാണ്. അവരുടെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ വനിതാ പ്രവർത്തകരും എല്ലാം ആക്ഷേപിക്കപ്പെടുന്നത് ഈ നേതൃത്വത്തിന്റെ ഒത്താശയോടുകൂടിയാ. ഇവരുടെ ഒഫീഷ്യൽ പേജുകളിലാ ഇതുപോലെയുള്ളത് വരുന്നത്. ജില്ലാ സെക്രട്ടറിയുടെ പേജിൽ നിന്ന് വന്ന ഒരു കമന്റായത്. അയാളുടെ നിലവാരം നോക്കൂ നിങ്ങൾ. ഇതാ കമന്റ്. ഇതുപോലെ ഹരിഹരൻ പ്രസംഗിക്കുക. ഈ പ്രസംഗവും ഈ കമന്റും തമ്മിൽ ബന്ധമില്ലേ? ബന്ധമുണ്ട്. ഈ ഗൂഢസംഘത്തിന്റെ ഉൽപ്പന്നമാണ് ഇത് എന്ന് പറയുന്നതിന് കാരണം ഈ കമന്റുകൾ തമ്മിലും ഈ പ്രസംഗവും തമ്മിൽ ബന്ധമുണ്ട്. ശൈലജ ടീച്ചർ എവിടെയും അശ്ലീല വീഡിയോ നിർമ്മിച്ചു എന്നല്ല പറഞ്ഞത്. വീഡിയോ നിർമ്മിച്ചു എന്നുള്ളത് വ്യാജ വീഡിയോ ആണ്. അത് നമുക്ക് തന്നെ അറിയാലോ. റിപ്പോർട്ടർ ചാനലിന്റെ വീഡിയോ കട്ട് ചെയ്ത് ഇവർ പ്രചരിപ്പിച്ചു. വർഗീയത ഇളക്കിവിടാൻ ബോധപൂർവ്വമല്ലേ അങ്ങനെ പ്രചരിപ്പിച്ചത്? ശൈലജ ടീച്ചർ മതത്തിനെതിരാണ് എന്ന് വരുത്തി തീർക്കാനല്ലേ ഇവർ പരിശ്രമിച്ചത്? അതിനിവർ പരിശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം അശ്ലീലമായിട്ടുള്ള ചില ചിത്രങ്ങളും പ്രചരിപ്പിച്ചു. മോർഫ് ചെയ്ത ചിത്രങ്ങൾ നമ്മൾ കണ്ടതല്ലേ? അങ്ങനെ പ്രചരിപ്പിച്ചു. ഇവരതിന് മിടുക്കന്മാരാണല്ലോ. ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ്, വനിതാ കോൺഗ്രസിന്റെ നേതാവ്, മഹിളാ കോൺഗ്രസിന്റെ നേതാവ് തന്നെ നേരത്തെ സഖാ വി പി ജയരാജന്റെ ഭാര്യയുടെ മുഖം വെട്ടിമാറ്റി മറ്റൊരു ചിത്രം പ്രചരിപ്പിച്ച് നമ്മൾ കണ്ടതാ. ഇവരുടെ നേതൃത്വമാകെ കോട്ടയം കുഞ്ഞച്ചന്മാരാണ്. ഈ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വമാകെ കോട്ടയം കുഞ്ഞച്ചന്മാരാകുന്ന കാഴ്ചയാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തും പറയുക, എന്തും ചെയ്യുക എന്നുള്ളതാ ഇവരുടെ രീതി. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി എന്ത് അശ്ലീലവും ഇവർ പറയും, എന്ത് വർഗീയതയും പറയും, എന്ത് നിലപാടും സ്വീകരിക്കും. അതിനെതിരെ ഈ കേരളത്തിന്റെ മനസാക്ഷി ഉണരണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമുക്ക് മുമ്പിൽ അനുഭവമുണ്ട് കോട്ടയം കുഞ്ഞച്ചന്റെ. ആ കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന കക്ഷി ആരാ? എബിൻ കൊടങ്കര.
നേരത്തെ പ്രതി ചേർക്കപ്പെട്ടു കോട്ടയം കുഞ്ഞച്ചൻ. എന്തിനാ അദ്ദേഹത്തെ പിടിച്ചത്? പോലീസ് പിടിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകരുടെ വീട്ടിലിരിക്കുന്നവരെ, ഇടതുപക്ഷ പ്രവർത്തകരായിട്ടുള്ള വനിതാ നേതാക്കന്മാരെ ആക്ഷേപിക്കുകയാണ്. അശ്ലീല ചുവയോടുകൂടി അശ്ലീലം പ്രചരിപ്പിക്കുക, ഇവർക്കെതിരെ ഇവരുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുക, എന്തൊക്കെ ചെയ്തു. അങ്ങനെ പിടിച്ചു കുറച്ചു ദിവസം കഴിഞ്ഞ് ജാമ്യം കിട്ടി ഇറങ്ങിയപ്പോ സ്വീകരണം കൊടുക്കുക. നേരത്തെ ആന്റണിയുടെ മകൻ ഇരുന്ന പോസ്റ്റിൽ ഇപ്പൊ ഇരിക്കുന്ന കക്ഷി കൂടെ ഇരുന്ന് ഞങ്ങൾ ചേർത്ത് നിർത്തുമെന്ന് പറഞ്ഞ് പരസ്യമായി പോസ്റ്റ് ഇടുക. ആർക്കായി ഇവർ പിന്തുണ കൊടുക്കുന്നത്? പിന്നീട് ഈ എബിൻ കൊടങ്കരയെ പിടിച്ചിട്ട് ഇപ്പൊ KSUവിന്റെ ജില്ലാ സെക്രട്ടറി ആക്കി പോലും ഇപ്പൊ കിട്ടിയ ഇവരാ പ്രൊമോഷൻ കൊടുക്കുക. ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ആക്ഷേപിക്കുന്നവന് പ്രൊമോഷൻ കൊടുക്കുന്ന പാർട്ടിയായി കേരളത്തിലെ കോൺഗ്രസ് മാറുക. അങ്ങനെ അശ്ലീലം പ്രചരിപ്പിക്കുകയും വ്യാജ വീഡിയോയും വ്യാജ കമന്റുകളും നിർമ്മിക്കുകയും ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ കൊടുത്ത വ്യാജന്മാരുടെ നേതൃത്വമായി ഇവർ മാറുകയാണ് കേരളത്തിലെ കോൺഗ്രസ്. ഇതിനെതിരെയാണ് ഞങ്ങൾ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇതിനെതിരെയെല്ലാം വലിയ ക്യാമ്പയിൻ നടത്തും. വർഗീയതക്കെതിരെയും അതുപോലെ തന്നെ ഈ വ്യാജ നിർമ്മിതികൾക്കെതിരെയും എല്ലാം വലിയ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കും. വലിയ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കും. കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരെയും സ്ത്രീകളെയും ഒക്കെ ആക്ഷേപിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് ഇനി ഈ കേരളത്തിനകത്ത് കോൺഗ്രസിന്റെയോ യൂത്ത് കോൺഗ്രസിന്റെയോ നേതാക്കന്മാർ ഇറങ്ങാൻ ശ്രമിച്ചാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെ പറയാം. നിർത്തിക്കൊള്ളണം. ഇമാതിരി തോന്നിവാസങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിലെ സതീശന്റെയും ഒക്കെ അറിവോടുകൂടിയാണ് നടക്കുന്നത്. ഇത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും. അതുകൊണ്ട് ഇത് ഇവിടെ അവസാനിപ്പിച്ചോളണം. നിങ്ങൾക്ക് ഏത് സമയത്തും അങ്ങ് കൊട്ടാനുള്ള ഒരു ചെണ്ടയല്ല ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരും അവരുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളുമൊന്നും. ഇത് വലിയ പ്രയാസം കൊണ്ട് പറയാ. ഓരോ കമന്റുകളും എടുത്തു നോക്കും. നിങ്ങൾ നേതൃത്വമാകെ പിന്തുണ കൊടുക്കുക, എന്നിട്ട് കുലുങ്ങി ചിരിക്കുക. അതുകൊണ്ട് വളരെ വിനയത്തോടുകൂടി എന്നെ കേൾക്കുന്ന കോൺഗ്രസിലെ ചില മാന്യന്മാരുണ്ടാകും. ആ മാന്യന്മാരോട് തന്നെ പറയാനുള്ളത്, നിങ്ങൾ തിരുത്തിക്കൊള്ളണം ഈ ഗൂഢസംഘത്തെ. നിങ്ങളിപ്പോ പാലക്കാട് തിരുത്തുന്നു എന്നാ ഞാൻ കേട്ടത്. അങ്ങനെ തിരുത്തി ഇവരുടെയൊക്കെ തെറ്റ് അവരെ ബോധ്യപ്പെടുത്തി അവരെ തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ ആ പ്രവർത്തനങ്ങൾക്ക് ഡിവൈഎഫ്ഐ മുന്നിട്ടിറങ്ങും എന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ വടകരയിലെയും കേരളത്തിലെയും ഒക്കെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക്, ഏത് പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ മുന്നിട്ടിറങ്ങും. നമ്മുടെ നാടിനകത്ത് ഒരു ധ്രുവീകരണ ചിന്താഗതിയും ഉണ്ടാകരുത്. RSSും മറ്റും ആഗ്രഹിക്കുന്നത് പോലെ വിഭാഗീയമായി നമ്മുടെ നാട് അങ്ങ് ചേരിതിരിയരുത് എന്ന് ആഗ്രഹിക്കുന്നവരാ ഞങ്ങൾ. അതിനുവേണ്ടി ഏതറ്റം വരെയും ഏത് ക്യാമ്പയിൻ സ്വീകരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. ആ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് ഈ സമൂഹത്തിനകത്ത് വിഭജന രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നവർക്കെതിരെയും അതോടൊപ്പം അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ച് ഈ മറ്റു വിഭാഗങ്ങളെ കുറിച്ചൊക്കെ വല്ലാത്ത അസ്വസ്ഥതകളും ചിന്തകളും ഉള്ളവരെയൊക്കെ ശരിയായ രീതിയിലേക്ക്, മാനവികതയിലേക്ക്, മനുഷ്യപക്ഷത്തേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ നേതൃത്വം കൊടുക്കും. നമ്മുടെ നാട് ഒരിക്കലും ഒരു സംഘർഷഭരിതമായ ഒരു സംഘർഷങ്ങളുടെ ഒരു നാടായി മാറരുത് എന്നാഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. അതിനുവേണ്ടി എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ നേതൃത്വം കൊടുക്കും എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇന്നിപ്പോ ഞാൻ വേറൊരു ഇതുകൂടി കേട്ട്, മറ്റേ VD സതീശൻ പറഞ്ഞു പോലും കോഴിക്കോട്ടെ ജില്ലാ സെക്രട്ടറിയാണ് അതിന്റെ കാരണത്തിലെ, അങ്ങനല്ലേ, ഒന്ന് ഒരു സ്ക്രീൻഷോട്ട് ഞാനതൊന്ന് നോക്കാം. ഞാൻ പറഞ്ഞ വാചകം മാറിപ്പോയി എന്ന് പറയുന്നത് VD സതീശന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ കൊടുത്തതാണ്. ഹരിഹരന്റെ വീട് ആക്രമിച്ചതിൽ 1-ാം പ്രതി CPM ജില്ലാ സെക്രട്ടറി. ഇയാളുടെയൊക്കെ ഒരു നിലവാരം നോക്കി നിങ്ങൾ. കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ് പോലും. പുച്ഛം തോന്നുന്നില്ലേ? ഈ VD സതീശന്റെ ഒക്കെ കാര്യം ആലോചിക്കും പുച്ഛം തോന്നുക. ഈ ഒരു മറ്റെന്തോ ഒരു പടക്കം പൊട്ടി എന്ന് പറഞ്ഞ കേസിന് ഈ കോഴിക്കോട്ടെ CPMന്റെ ബഹുമാന്യനായ ജില്ലാ സെക്രട്ടറി ഒക്കെ പ്രതി ചേർക്കണം, 1-ാം പ്രതിയാന്നൊക്കെ പറയും. ഇയാളുടെയൊക്കെ നിലവാരത്തിലാണ്. ഇയാളുടെ സ്കൂളിൽ നിന്നാണ് ഈ ഹരിഹരൻ പഠിച്ചത്. ഹരിഹരനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സതീശനുണ്ട്. അതുകൊണ്ട് സതീശൻ ഉൾപ്പെടെയുള്ളവരൊക്കെ എന്തും വിളിച്ചു പറയും. അതുകൊണ്ട് ഞങ്ങളെ തലയിലേക്ക് അതൊന്നും ഇട്ട് കൊണ്ടുവരരുത്. ഇപ്പോ കേരളത്തിൽ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്നത് ഈ ഹരിഹരനും സംഘവുമാണ്. ഹരിഹരന് പിന്തുണ കൊടുത്ത് അദ്ദേഹത്തിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന സതീശനും ഷാഫിയുമാണ്.
ആ സതീശന്റെയും ഷാഫിയുടെയും ആ ഗൂഢസംഘത്തിന്റെയും ആവശ്യമാണ് ഈ പൊതുസമൂഹത്തിൽ ഈ ചർച്ചയൊന്ന് വഴിതിരിച്ചു കൊണ്ടുപോകണം എന്നുള്ളത്. അതിനവര് ചിലപ്പോ പടക്കമോ മറ്റെന്തെങ്കിലുമോ ഒക്കെ ചെയ്യും, എറിയും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രതിപക്ഷ നേതാവും ഷാഫിയും എന്തിനാ ഹരിഹരനെ അവിടെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചത്? ഈ കാര്യങ്ങളൊക്കെ ഹരിഹരനെ ബ്രീഫ് ചെയ്ത് കൊടുക്കുന്നത് ആരാ? എന്തേ ഇനി നിങ്ങൾ പറയുന്നത് പോലെ പിന്തുണ കൊടുത്തിട്ടില്ലെങ്കിൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന അവിടുത്തെ സ്ഥാനാർത്ഥി കേട്ടതാണല്ലോ ഈ പ്രസംഗം. ആ ചിരിക്കുന്ന ഒച്ചയും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ, കേട്ടതാണല്ലോ നമ്മൾ. എന്തേ തിരുത്തി പറയാതിരുന്നത്? ഇവിടെ ഇപ്പോ ഞാൻ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞ് അത് തെറ്റാണെങ്കിൽ എന്നോട് പറയില്ലേ? അല്ലെങ്കിൽ എണീറ്റ് ചെവിയിൽ പറയില്ലേ ഇങ്ങനെ സംഭവിച്ചു? അല്ലെ അതിന് ശേഷം പറയണ്ടേ? വലിയ മാന്യന്മാരായി ചമയുന്നവരാണെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത്? ആ ചിരി നിങ്ങളൊക്കെ കേട്ടതല്ലേ? നിങ്ങൾ ഏതെങ്കിലും ചാനലുകാർ അതിന്റെ ഒരു വീഡിയോ കാണിച്ചോ? കാണിക്കുന്നില്ലല്ലോ. പക്ഷെ ചിരി പുറത്തു വരുന്നുണ്ടല്ലോ. ആ എടുക്കാൻ വിട്ടുപോയി നിങ്ങൾ. പക്ഷെ ഞങ്ങൾ ആരാ പ്രസംഗിച്ചെങ്കിൽ നിങ്ങൾ എടുക്കായിരുന്നു, കൃത്യമായിട്ട് നിങ്ങൾ കാണിക്കും ചെയ്യായിരുന്നു. അത് വരട്ടെ. FIR എന്ന് പറയുന്നത് എങ്ങനെയാ? അവർക്ക് കൊടുത്ത പരാതിക്കനുസരിച്ചായിരിക്കും. ഹരിഹരനെ പോലെയുള്ള ഇങ്ങനെ ഇത്രയും സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ പറ്റുന്ന KK രമയുടെയും സതീശന്റെയും ഷാഫി പറമ്പിന്റെയും ഈ വ്യാജ നിർമ്മിതികളുടെ ഒക്കെ ഉപജ്ഞാതാക്കളുടെ ഒക്കെ ഒരു ഗൂഢസംഘത്തിൽ പെടുന്നവർക്ക് എന്തൊക്കെ രീതിയിൽ ഇങ്ങനെ സൃഷ്ടിക്കാൻ പറ്റും? ഏതായാലും ഞങ്ങൾ അറിവോടുകൂടിയല്ല, അത് ഞങ്ങൾക്ക് പറയാൻ പറ്റും, ഞങ്ങൾക്ക് ഉറച്ചു വിശ്വസിക്കാൻ പറ്റും. അങ്ങനെ ഒരു പടക്കെറിയേണ്ട ഗതികേടൊന്നും നമ്മളെ നാട്ടിലൊക്കെ പറയില്ല, ഇന്നത് പൊളിച്ച് ഇന്നത് ജയിലിൽ പോകുമെന്ന്, ഇല്ലേ? അങ്ങനെ പൊളിച്ച് ജയിലിൽ പോകേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല. നമുക്ക് തന്നെ ഒരു ഓർമ്മയുണ്ട്, ശെൽവരാജ് എന്ന് പറയുന്ന ഒരു കക്ഷി ഉണ്ട്, ഓർമ്മയില്ലേ? ആരാ ശെൽവരാജ്? കോൺഗ്രസിൽ പോയതാ MLA. ശെൽവരാജിന്റെ വീട് കത്തിച്ചു. ഭയങ്കര ചർച്ചയായിരുന്നു കേരളത്തിൽ. എത്ര ദിവസം നിങ്ങൾ ചർച്ചക്കെടുത്തു? അവസാനം പ്രതിയെ പിടിച്ചു. ആരാ? യൂത്ത് കോൺഗ്രസ്സുകാരാ. ഈ പറയുന്ന ഗൂഢസംഘത്തിന്റെ പ്രതിനിധികളാ. മറ്റൊരു സ്ത്രീയുണ്ട്, ലീന, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, മുട്ടത്തറ, തിരുവനന്തപുരത്ത്. അവര് ഭയങ്കര ബഹളായിരുന്നു രാത്രി. എന്റെ വീടാകെ അടിച്ചു പൊളിച്ചേ. എന്നിട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് വീട് സന്ദർശിച്ചു. DYFI അക്രമം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഘോരഘോരം സംസാരിച്ചു. എന്നിട്ട് അവസാനം എന്തായി? ഒരു പ്രതിയെ പിടിച്ചു. പ്രതിയുടെ പേര് നിഖിൽ കൃഷ്ണ എന്നാ. ബന്ധം അന്വേഷിച്ചു. നോക്കുമ്പോ ആരാന്നറിയോ? ലീനയുടെ മകൻ. എങ്ങനെയുണ്ട്? ലീനയുടെ മകൻ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയായ ലീനയുടെ മകൻ തന്നെ വീട് അടിച്ചു പൊളിച്ചതിന്റെ പ്രതിയായി ഇവിടെ വന്നു. എങ്ങനെയാ വന്നത്? അപ്പൊ ഇതൊക്കെ കേരളത്തിലെ കോൺഗ്രസിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയത്തിന്റെ ഉദാഹരണങ്ങളാണ്. ഈ VD സതീശനും ഷാഫി പറമ്പിലും അതുപോലെ വ്യാജ നേതൃത്വവും ഒക്കെ ഈ കേരളത്തെ കൊണ്ടുപോകുന്നത് ഒരു വല്ലാത്ത അന്തരീക്ഷത്തിലേക്കാണ്. അതിൽ നിന്ന് അവർ പിന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ കേരളത്തിന്റെ സ്വൈര ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് ഈ വ്യാജ നിർമ്മിതിക്കാർ പോകരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അല്ലല്ല, കാഫിർ മാത്രമല്ല മോനെ, ആദ്യം അവസാനത്തല്ല, കാഫിർ അതിന്റെ കൂടെ ഇതുകൂടി ഉണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞതാ. അവിടെ റിപ്പോർട്ടർ ചാനലിന്റെ ഒരു വാർത്ത, ഒരു അഭിമുഖം, ഡോക്ടർ അരുൺകുമാറുമായിട്ടുള്ള ഒരു അഭിമുഖം കട്ട് ചെയ്തോ? ഇല്ലേ? കട്ട് ചെയ്തോ? പ്രചരിപ്പിച്ചു. പിന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞ ഇവൻ ആരാ? ശോഭിൻ തോമസ്. അവൻ കഷണം ചോദിച്ചില്ലേ? ആരാ ഇവൻ? നിങ്ങൾ ചോദിച്ചോ? AP അബൂബക്കർ മുസ്ലിയാരുടെ പേരിലുള്ള ലെറ്റർ പേഡ് അവിടെ പ്രചരിപ്പിച്ചോ? ഇതിനൊക്കെ 8ഓളം പ്രതികളെ പിടിച്ചല്ലോ. ആരാ ഇവരൊക്കെ? ഇവരൊക്കെ കോൺഗ്രസ് ആണെന്ന്. ഇവരുടെ നേതൃത്വത്തിലാണ് ഇതാകെ ചെയ്യുന്നത്. എന്തിനാണ് ഇവർ തുടക്കം മുതൽ ഞാനും ഒരു സ്ഥാനാർത്ഥിയായിരുന്നല്ലോ, ഞങ്ങളോട് കഴിഞ്ഞ യോഗത്തിലും പറഞ്ഞു. നമ്മളൊരു സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തികൾ തമ്മിലുള്ള എന്തൊരു ദ്വന്ദ്വയുദ്ധ. ഇങ്ങനെ ഓരോ വാചകവും എടുത്തിട്ട് അത് വെച്ച് ഇത് കട്ട് ചെയ്ത് മതത്തിനെതിരാണ് എന്നുള്ള ഒരു ടോൺ കൊണ്ടുവരുന്നത് എന്തിനാ കൊണ്ടുവരുന്നത്? അതിന് ഇവരല്ലേ ശ്രമിക്കുന്നത്? മതവിരുദ്ധയാണ് ശൈലജ ടീച്ചർ എന്ന് വരുത്തി തീർക്കാൻ എന്തിനാ ഇവർ ശ്രമിക്കുന്നത്? ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചതെന്താ? ദേശീയ രാഷ്ട്രീയമല്ലേ കാര്യമായിട്ട് പറയുന്നത്? ഈ കേരളത്തിനുൾപ്പെടെ പണം നിഷേധിച്ചതിനെ കുറിച്ച് പറയല്ലേ? ഇതൊരു രാഷ്ട്രീയ സംവാദമാക്കിയിട്ടല്ലേ ഞങ്ങൾ മാറ്റിയത്? ഇവരെന്താ ചെയ്തത്? തുടക്കം മുതൽ കോവിഡ് കള്ളി വിളിച്ചില്ലേ? ഇവരുടെ പ്രകടനത്തിൽ ഉൾപ്പെടെ ഇവർ മുദ്രാവാക്യമായി വിളിച്ചില്ലേ? ഏതെങ്കിലും ഒരുത്തൻ ഇറങ്ങി നിന്ന് വിളിക്കല്ലേ എന്ന് പറഞ്ഞോ?
അവരുടെയൊക്കെ അമ്മയുടെ പ്രായമുള്ളവരെയാണ് ഈ തെറി വിളിക്കുന്നത്, ഈ ശോഭിനൊക്കെ പോലെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികൾ. ഒരാൾക്കും ഒരു പ്രയാസവും ഇല്ല. എന്നിട്ട് കാഫിർ തേടിപ്പോ ഒരു കാഫിർ മാത്രമേ ഇവർക്ക് പറയാൻ, അതും അന്വേഷിക്കട്ടെ, ആരാ ഇറക്കിയതെന്ന് അന്വേഷിക്കട്ടെ. ഒരു പള്ളിയിൽ നിന്ന് പറഞ്ഞതിന്റെ കാര്യം ഉണ്ടല്ലോ, പുല്ലോട്ടല്ലേ പള്ളി, പുല്ലോട്ട് പള്ളിയിൽ എത്ര സ്ഥലങ്ങളിലുണ്ട്. എന്തിനാ ഇങ്ങനെ പോകുന്നത് കോൺഗ്രസ്? ജയിക്കാൻ വേണ്ടി എന്തും പറയാ, ഏത് പ്രചരണവും നടത്തുക. അതല്ലേ നമ്മൾ കണ്ടത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വിശദീകരിച്ചിത് പറയുന്നത് എന്തിനാ? അവിടെ ഉണ്ടായ ഈ ധ്രുവീകരണ സാഹചര്യങ്ങളെല്ലാം ഒന്ന് ഇല്ലാതെയാകണം. ഇത് രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളായിട്ട് തന്നെ മാറണം. അങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള സംവാദം അവിടെ ഉയർന്നു വരണം. അങ്ങനെ രാഷ്ട്രീയ സംവാദങ്ങളിലൂടെ നാടിനകത്തുണ്ടാകുന്ന ഈ വർഗീയ സംഘർഷങ്ങളിൽ അയവുണ്ടാകണം. അതിന് പരിശ്രമിക്കുന്നവരാ ഞങ്ങൾ. അതാ ഞങ്ങളുടെ ലക്ഷ്യം. ഇവരെ ലക്ഷ്യം എന്താ? ഒരു തെരഞ്ഞെടുപ്പ് മാത്രം. തെരഞ്ഞെടുപ്പിൽ എന്ത് നുണയും പറഞ്ഞ് അങ്ങ് ജയിച്ചു പോകണം എന്നുള്ളതാണ്. ബാക്കിയെല്ലാം പോലീസ് അന്വേഷിക്കട്ടെ, പ്രതികളെ പിടിക്കട്ടെ. ശരി. അത് മാത്രമല്ല പിടികൂടാത്ത, വേറെയും കുറെ പിടികൂടാത്തുണ്ട് പോലീസ്. 17 കേസുണ്ട്. അത് പിടിക്കട്ടെ. പിന്നെ ഇത് കാഫിർ മാത്രമല്ല, ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് പറയാട്ടോ, ഇന്ത്യൻ വോട്ടർ ID കൃത്രിമമായി ഉണ്ടാക്കിയവരാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം. ഇല്ലാന്ന് പറയില്ലല്ലോ. എന്നെക്കാളും അതിന്റെ കോപ്പി കിട്ടിയ ആളുകൾ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ തന്നതല്ലല്ലോ, യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ തന്നെ തന്നതല്ലേ. ഇപ്പോഴും ഒരു പരാതി വന്നുണ്ട്. ഇന്ത്യൻ വോട്ടർ ID കൃത്രിമമായിട്ട് ഒരു തെളിവുമില്ലാതെ ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്ന നേതൃത്വമാണ് ഇന്ന് കോൺഗ്രസിൽ. അവർ കഴിവില്ലാത്തവരാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. അവർക്ക് ഇങ്ങനത്തെ ചില കഴിവുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ കണ്ടെത്താൻ കുറച്ച് സമയമൊക്കെ എടുക്കും. എന്നാലും പ്രതികളിലേക്ക് എത്തും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതെ, പോലീസിൽ ചിലപ്പം കുറച്ച് സ്പീഡ് കുറവുണ്ടാവും. ശരി.